ചാള ഫ്രൈ ആണ് കേട്ടോ. വേറെ കൂട്ടാനുകളൊന്നും ഇല്ലെങ്കിലും ഈ ചാള ഫ്രൈ കൂട്ടി ചോറിനാൻ നല്ല ടേസ്റ്റാണ്. എരിവിനാവശ്യമായ മുളക് പൊടി ഞാനിവിടെ 2 ചെറിയ സ്പൂണിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇനി നമുക്ക് നന്നാക്കി കഴുകി വെച്ചിട്ടുള്ള ചാള ഇതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ട് മീനിൽ പിടിക്കുന്ന വരെ ഒരു 10 മിനിറ്റ് വരെ മാറ്റി വയ്ക്കാം. ഇത് ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും മുഴുവനായിട്ട് കാണണട്ടാ. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഈ തക്കാളിയും സബോളയൊക്കെ നമുക്ക് വഴറ്റിയിടാനാണ്, അത് വറുത്തതിന് ശേഷം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ചാള ഇട്ട് കൊടുക്കാം. വേറെ കൂട്ടാനുകളൊന്നും ഇല്ലെങ്കിലും ഈ ചാള വറുത്ത കൂട്ടി ചോറിനാം. ചാള വറുത്ത ഈ എണ്ണയിൽ തന്നെ തക്കാളിയും സബോളയും എല്ലാം വഴറ്റി ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മൾക്ക് ചോറിനാനായിട്ട് വേറൊരു കൂട്ടാനുകളൊന്നും വേണ്ടാന്ന് പറയുന്നത്. ചാള വറക്കുമ്പോഴേ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാള നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. വറുത്ത എണ്ണ നമുക്ക് കുറച്ച് മാറ്റാം. വറുത്ത ചാള മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ മാറ്റിയിട്ട് ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 പച്ചമുളക് 2ആയിട്ട് കീറിയത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് വാടി വരട്ടെ. പച്ചമുളകൊന്ന് വാടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അത് വഴണ്ടി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വഴണ്ടി വരുമ്പോൾ നമ്മൾക്ക് വറുത്ത് വെച്ച മീനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വറുത്ത് വെച്ചതിന് ശേഷം മീനിലേക്ക് നമുക്ക് നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങനീരും കൂടി പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഇത് നല്ലൊരു പ്രത്യേക രസം കൂടിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.